സോ ഇനി കാണാൻ നമ്മൾ 13.16 എക്സാമ്പിളാണ്. ഓക്കെ, നമുക്കൊരു ഹോമോമോർഫിസം കൺസിഡർ ചെയ്യാം. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്നൊരു കാര്യമാണ് മോഡ് Z1 ഇൻറ്റു Z2 കോംപ്ലക്സ് നമ്പേഴ്സിൽ ദിസ് ഈസ് ഈക്വൽ ടു മോഡ് Z1 ഇൻറ്റു മോഡ് Z2. ഓക്കെ, അറിയില്ലെങ്കിൽ ഒന്ന് ഓർമ്മിക്കുക എന്തായിരുന്നു സെറ്റ് എന്ന് കഴിഞ്ഞാൽ കോംപ്ലക്സ് നമ്പറാണ്. കോംപ്ലക്സ് നമ്പർ എങ്ങനെ എഴുതുക? എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതുക. എന്താ മോഡ് സെറ്റിൻ്റെ മീനിങ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ പറയണത് നമ്മളൊരു മാപ്പ് ഡിഫൈൻ ചെയ്യാൻ പോകണം. എവിടെ നിന്ന് വിളിക്കാം? Phi from C to R plus under multiplication. സോ എന്താ റിയൽ നമ്പേഴ്സിൻ്റെ ഇപ്പോൾ 0 അങ്ങോട്ട് ശേഷമുള്ള, അതായത് 1 0ന് ശേഷമുള്ള നമ്പേഴ്സിൻ്റെ 0 ഒഴിവാക്കിയിട്ടുള്ള പോസിറ്റീവ് റിയൽ നമ്പേഴ്സിൻ്റെ കളക്ഷനും അപ്പുറത്തുള്ള സി സ്റ്റാർ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ. ഓക്കെ, സോ എടുക്കാൻ പോണ സി സ്റ്റാർ ആണ് എടുക്കുന്നത്. ഓക്കെ, സി സ്റ്റാർ എന്ന് വെച്ചാൽ പാര, സി സ്റ്റാർ എന്ന് വെച്ചാൽ സി മൈനസ് സിംഗിൾട്ടൺ 0. ആർ പ്ലസ് എന്ന് വെച്ചാൽ എന്താ? പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് അണ്ടർ മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ എടുക്കുന്നത്, ഗ്രൂപ്പ് 2. ഓക്കെ, ഇവിടെ മാപ്പ് ഒരു ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. എന്ത്? ഫൈ ഓഫ് Z ഈക്വൽ ടു മോഡ് സെറ്റ് എന്ന് വെച്ചാൽ എന്താ ചെയ്യാൻ പോണത്? എടുക്കുന്ന സെറ്റിന് എന്തെടുക്കുക? കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡൽസ് എടുക്കുക. എന്ന് ഓൾറെഡി കണ്ടു. ഫൈ ഓഫ് Z1 Z2 എന്താ? ഫൈ ഓഫ് Z1 Z2 എന്താവുന്നുണ്ട്? ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 Z2. പക്ഷെ എന്താ? ഈക്വൽ ടു മോഡ് Z1 ഇൻറ്റു മോഡ് Z2 എന്ന് വെച്ചാൽ ഫൈ ഓഫ് Z1 ഇൻറ്റു ഫൈ ഓഫ് Z2 എന്ന് വെച്ചാൽ എന്താ? അപ്പോൾ ഫൈ ഒരു ഹോമോമോർഫിസം ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ കേണൽ എന്താ വരിക നോക്കുക. ഇതിൻ്റെ കേണൽ എന്താ വരിക? കേണൽ ഫൈ എന്ന് പറയുന്നത് ഇവിടെ സെറ്റ് ഓഫ് ഓൾ Z എലമെൻറ്റ് ഓഫ് C സ്റ്റാർ വിത്ത് പ്രത്യേകത ഫൈ ഓഫ് Z ഈക്വൽ ടു മറ്റോടത്ത് ഐഡൻറ്റിറ്റി ആരാ? 1. ഓക്കെ, അപ്പോൾ ആരാണ് ഫൈ ഓഫ് Z ഈക്വൽ ടു 1ക്ക് പോകാമെന്ന് അറിയേണ്ടത്. എന്ന് വെച്ചാൽ അതിൻ്റെ ഏത് കോംപ്ലക്സ് നമ്പറുകളുടെ മോഡുലസ് ആണ് 1 ആയിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് മീൻസ് എന്താ? അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്താണെന്ന് അറിയുമോ? ഓർമ്മയുണ്ടോ? എന്താണത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ 1 എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ് സർക്കിളാണ് അല്ലേ? വിത്ത് സെൻറ്റർ 0 ആയിട്ടുള്ള സർക്കിളാണ് അത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ 1 എന്ന് പറഞ്ഞാൽ. ഇതാണ് അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിലെ ഇതിൻ്റെ കേണലായിട്ട് വരാൻ പോകുന്നത്. സോ എഴുതിക്കണമെന്നുകൂടി നോക്കുക. എന്താ? മോഡ് Z1 Z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് Z1 ഇൻറ്റു Z2 ആണ്. അതുകൊണ്ട് മോഡുലസ് എന്ന് പറയുന്നത് ഹോമോമോർഫിസം ആണ്. ഇവിടെ നിന്ന് എവിടേക്കാണ്? സി സ്റ്റാർ എന്ന് എവിടേക്കാണ് ഡിഫൈൻ ചെയ്യണേ? ആർ പ്ലസിലോട്ടാണ് ഡിഫൈൻ ചെയ്യണത്. അപ്പോൾ മോഡുലസ് 1 ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വരാൻ പോകുന്നത്, ഇതിൻ്റെ കേണലിൽ വരാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി ആരാ? ആ സെൻറ്ററിൽ ഉള്ള സർക്കിളിൻ്റെ ഉള്ള ആൾക്കാരാണ്. എക്സാക്ട്ലി ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ള the coset of u are the circles with the center at the origin. ഇതപ്പോൾ കോസറ്റിനെ കുറിച്ചാണ് പറയണത്. അതായത് അതിൻ്റെ കേണലിൽ ആരാളുള്ള യൂണിറ്റ് സർക്കിൾ. ഓക്കെ, അപ്പോൾ യൂണിറ്റ് സർക്കിളിനെ പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്ടാവുക? സർക്കിൾ വലുതായി വലുതായി വരും അല്ലേ? ഒരു തരത്തിൽ ശരിക്കും ജോമെട്രിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവാൻ പോണത്. ഇത് നമ്മുടെ കേണലായിരിക്കും. പിന്നെ അങ്ങോട്ടുള്ള ഓരോ സർക്കിളുകളും ഓരോ കോസറ്റായിരിക്കും. അതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഒക്കെ ഓരോ കോസറ്റായിരിക്കും. ഓക്കെ, നമ്മളെ കോസറ്റ് എങ്ങനെ ഇരിക്കുക? AH എന്നാണ് ഇരിക്കാൻ പോണത്. ഓക്കെ,
ഈച്ച് സർക്കിൾ ഈസ് കൊളാപ്സ്ഡ് ബൈ ദി ഹോമോമോർഫിസം ഓൺ ടു ഇറ്റ്സ് പോയിൻറ്റ് ഇൻ്റർസെക്ഷൻ വിത്ത് പോസിറ്റീവ് റിയൽ ആക്സിസ്. എന്താ ഉദ്ദേശിച്ചത്? കാരണം ഓരോ സർക്കിളും എങ്ങനെ തീരുമാനിക്കണേ? സർക്കിൾ വിത്ത് റേഡിയസ് 1 ആണ് എന്ത്? സർക്കിൾ വിത്ത് റേഡിയസ് 1 ആണ് എന്തായാലും കേണലായിട്ടുള്ളത്. ബാക്കിയുള്ള കോസറ്റ്സ് അപ്പോൾ എന്താ? സർക്കിൾ വിത്ത് റേഡിയസ് എ ആയിട്ടുള്ള ആൾക്കാരാണ് എവിടെ ഉണ്ടാവുക? AHൽ ഉണ്ടാവുക. അപ്പോൾ 1 റേഡിയസുള്ള ആൾ, 2 റേഡിയസുള്ള ആൾ, 3 റേഡിയസുള്ള ആൾ, 1/2 റേഡിയസുള്ള ആൾ, 1/3 റേഡിയസുള്ള ആൾ, അങ്ങനെ വരണത്. അതുകൊണ്ടാണ് എന്ത് പറയണത്? ഈച്ച് സർക്കിൾ ഈസ് കൊളാപ്സ്ഡ് ബൈ ദിസ് ഹോമോമോർഫിസം ഓൺ ടു ഇറ്റ്സ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വിത്ത് ദി പോസിറ്റീവ് റിയൽ ആക്സിസ്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ എന്താ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്? ലെറ്റ് D be the additive group of all differentiable functions mapped from R into R. ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ആണ് എടുത്തിട്ടുള്ളത്. അണ്ടർ അഡീഷൻ ഫംഗ്ഷൻസ് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടാണ്. സോ ഫൈ ഫ്രം D to F ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫൈ ഓഫ് എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എടുക്കുക, ഡെറിവേറ്റീവ് എടുക്കുക. ഫൈ ഓഫ് എഫ് ഈക്വൽ ടു എഫ് ഡാഷ് എഫ് എലമെൻറ്റ് ഓഫ് എഫ്. അപ്പോൾ ഡെറിവേറ്റീവ് നമുക്ക് എന്താ അറിയാം? എന്ത്? ഫൈ ഓഫ് എഫ് പ്ലസ് ജി എന്താ വരിക? ഫൈ ഓഫ് എഫ് പ്ലസ് ജി ഈക്വൽ ടു എഫ് പ്ലസ് ജിയുടെ ഡെറിവേറ്റീവ്. എഫ് പ്ലസ് ജിയുടെ ഡെറിവേറ്റീവ് എന്താ? എഫ് ഡാഷ് പ്ലസ് ജി ഡാഷ് അല്ലേ? ദാറ്റ് മീൻസ് ഫൈ ഓഫ് എഫ് പ്ലസ് ഫൈ ഓഫ് ജി അല്ലേ? ദാറ്റ് മീൻസ് ഫൈ എന്താണ്? ഒരു ഹോമോമോർഫിസം ആണ് അല്ലേ? ഇനി എൻ്റെ കേണൽ ആരാ വരിക? സെറ്റ് ഓഫ് ഓൾ ഫംഗ്ഷൻസ് സച്ച് ദാറ്റ് എന്താ? കേണൽ ഫൈ കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് ഓൾ ഫംഗ്ഷൻസ് സച്ച് ദാറ്റ് എഫ് ഡാഷ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് 0 ആവണ ഫംഗ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്, കേണലിൽ ഉള്ളത്. ഏത് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് 0 ആവുക? നമുക്കറിയാം കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻസിൻ്റെയാണ് എന്ത് സംഭവിക്കുക? ഡെറിവേറ്റീവ് 0 ആവുക അല്ലേ? ദാറ്റ് മീൻസ് എന്താ? 0 കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. The kernel phi consists of all constant functions which form a subgroup C of F. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണ് ഏതൊക്കെ ഫങ്ഷൻസ് ആണ് എക്സ് സ്ക്വയറിലോട്ട് മാപ്പ് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ അറിയാം, എന്ത്? x³ / 3 ഡെറിവേറ്റീവ് എടുക്കുന്നുണ്ടാവുക 3x² / 3 എന്ന് വെച്ചാൽ ആരാ? x² അല്ലേ? ദാറ്റ് മീൻസ് അപ്പോൾ x³ / 3 എവിടേക്കാണ് മാപ്പ് ചെയ്തിട്ടുണ്ടാവുക? x³ / 3 എന്ന് പറയുന്നത് x² മാപ്പ് ചെയ്തിട്ടുണ്ടാവുക. ഇനി ഇതെന്താ അറിയാം? x³ / 3 + c എവിടേക്കാണ് മാപ്പ് ചെയ്തിട്ടുണ്ടാവുക? ഓട്ടോമാറ്റിക്കലി x³ / 3 + c കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് മാപ്പ് ചെയ്തിട്ടുണ്ടാവുക വീണ്ടും x² തന്നെ മാപ്പ് ചെയ്തിട്ടുണ്ടാവുക. എന്തുകൊണ്ടാണ് സംഭവിക്കണേ? അതൊരു കോസെറ്റാണ് അല്ലേ? a+h എന്ന് പറഞ്ഞിട്ടൊരു കോസെറ്റായിട്ട് വരാൻ പോകണം. h എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാ? നമ്മുടെ സെറ്റ് ഓഫ് ഓൾ കോൺസ്റ്റൻറ്റ് ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, അതായത് ഫൈ ഓഫ് എയുടെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇപ്പോൾ ഇവിടെ ആരുടെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ ഇൻവേഴ്സ് ഓഫ് ഫൈ ഇൻവേഴ്സ് ഓഫ് x² എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടാൻ പോണത്? സെറ്റ് ഓഫ് ഓൾ x³ / 3 + c ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് എന്ന് വെച്ചാൽ ആരാ അത്? x³ / 3 + h ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് അതിനകത്ത് ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ പറയാൻ കൊണ്ടുള്ള എന്താ? A group homomorphism phi from G to G dash is 1-to-1 map if and only if kernel phi equal to identity. അതായത് ഒരു ഹോമോമോർഫിസം എപ്പോഴാണ് 1-1 ആവുക എന്നാണ് പറയാൻ പോകുന്നത്. ഒരു ഹോമോമോർഫിസം 1-1 ആവണമെങ്കിൽ എന്ത് വേണം നമ്മൾ പറഞ്ഞേ? എൻ്റെ കേണലിൽ ആര് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ? ഐഡൻറ്റിറ്റി മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. തിരിച്ച് കേണലിൽ ഐഡൻറ്റിറ്റി മാത്രമായാൽ ഹോമോമോർഫിസം എന്തായിരിക്കും? 1-1 ആയിരിക്കും. ഓക്കെ, സോ രണ്ട് സൈഡ് നമുക്ക് പ്രൂവ് ചെയ്യണം. ആ സൈഡ് നോക്കുക. എന്താ? തൽക്കാലം വിചാരിക്കുക കേണലിൽ ആര് മാത്രമേ ഉള്ളൂ? ഐഡൻറ്റിറ്റി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു. ഓക്കെ, ദെൻ ഫോർ എവറി എ എലമെൻറ്റ് ഓഫ് ജി ദ എലമെൻറ്റ്സ് മാപ്പ് ഇൻ ടു ഫൈ ഓഫ് എ ആർ പ്രിസൈസ്ലി ദ എലമെൻറ്റ്സ് ഓഫ് ദ ലെഫ്റ്റ് കോസെറ്റ് എ ഇൻറ്റു ഇ അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ത്? നമ്മളെന്താ പഠിച്ചിട്ടില്ലെന്ന് നോക്കുക. നമ്മൾ പഠിച്ചിട്ടുള്ള എന്താ? ഫൈ ഓഫ് എയുടെ ഇൻവേഴ്സ് ഇമേജ് എടുത്താൽ ആരാന്ന് പറയുന്നത് വരിക? AH ആണ് വരിക അല്ലേ? ഇവിടെ തന്നിരിക്കണം എന്താ? h എന്ന് പറയുന്ന കേണലിൽ ആര് മാത്രമേ ഉള്ളൂ? സിംഗിൾട്ടൺ ഐഡൻറ്റിറ്റി മാത്രമേ ഉള്ളൂ അല്ലേ? ദാറ്റ് മീൻസ്
ഫൈ ഓഫ് എയിലോട്ട് ആരാ മാപ്പ് ചെയ്തിട്ടുണ്ടാവുക? എ ഇൻറ്റു ഈ എലമെൻ്റാണ് മാപ്പ് ചെയ്തിട്ടുണ്ടാവുക. എന്ന് വെച്ചാൽ ആരാ? എ മാത്രമേ അപ്പോൾ എവിടേക്ക് മാപ്പ് ചെയ്തിട്ടുള്ളൂ? ഫൈ ഓഫ് എയിലോട്ട് മാപ്പ് ചെയ്തിട്ടുള്ളൂ. എന്നുവെച്ചാൽ എന്താ? അപ്പോൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഫൈ ഓഫ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആകെ എന്തേ ഉള്ളൂ? ഒരേ ഒരു പ്രീമേജേ ഉള്ളൂ. ദാറ്റ് മീൻസ് ആ മാപ്പ് എന്താണ്? അപ്പോൾ 1 1 ആണ് അല്ലേ? സോ അതാണ് പറഞ്ഞിട്ടുള്ളത്. കേർണൽ ഫൈ ഈക്വൽ ടു ഐഡൻറ്റിറ്റി എലമെൻറ്റ് എടുത്തു. ദെൻ ഫോർ എവറി എ എലമെൻറ്റ് ഓഫ് ജി ദ എലമെൻറ്റ്സ് മാപ്ഡ് ഇൻ ടു ഫൈ ഓഫ് എ ആർ പ്രിസൈസ്ലി ദ എലമെൻറ്റ്സ് ഓഫ് ലെഫ്റ്റ് കോസെറ്റ് എ ഇൻറ്റു ഐഡൻറ്റിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു സിംഗിൾട്ടൺ എ വിച്ച് ഓഫ്സെറ്റ് ഫൈ ഈസ് 1 1 അല്ലേ? തിരിച്ച് വിചാരിക്കുന്നത് ഫൈ 1 1 ആണെന്ന് വിചാരിക്കുക. ഫൈ 1 1 ആണെങ്കിൽ നമുക്ക് എന്താ ഓൾറെഡി അറിയാം? ഏത് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എവിടേക്കാണ് മാപ്പ് ചെയ്യുക? ഐഡൻറ്റിറ്റി എലമെൻറ്റിലോട്ടാണ് മാപ്പ് ചെയ്യുക അല്ലേ? ദറ്റ് മീൻസ് ഫൈ ഓഫ് ഇ ഈക്വൽ ടു ഇ ഡാഷ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് ജി ഡാഷ് അല്ലേ? സിൻസ് ഫൈ ഈസ് 1 to 1 എന്ത് പറയാൻ പറ്റും നമുക്ക്? ഓട്ടോമാറ്റിക്കലി ഇ ഈസ് ദ ഓൺലി എലമെൻറ്റ് മാപ്പ് ഇൻ ടു ഇ ഡാഷ് ബൈ ഫൈ. സോ കേർണൽ ഫൈ ഈക്വൽ ടു ഐഡൻറ്റിറ്റി. സോ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈ 1 1 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ആൾറെഡി അറിയാം എന്ത്? ഫൈ ഓഫ് ഇ എവിടേക്കാണ് മാപ്പ് ചെയ്യുക? ഇ ഡാഷിലോട്ടാണ് മാപ്പ് ചെയ്യുക അല്ലേ? അപ്പോൾ നമുക്ക് ആൾറെഡി അറിയാം എന്ത്? 1 1 ആണ് തന്നിട്ടുള്ളത്. 1 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്താ അപ്പം ഉണ്ടാവുക? ഏത് എലമെൻറ്റ് എടുത്താലും അതിന് ഒരേ ഒരു പ്രീമേജേ ഉണ്ടാവുള്ളൂ അല്ലേ? ദാറ്റ് മീൻസ് ഇ ഡാഷിന് ഒരേ ഒരു പ്രീമേജേ ഉള്ളൂ. ആൾറെഡി ആരെ കിട്ടിയിട്ടുണ്ട്? ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് അപ്പം എന്ത് കിട്ടും? ഓട്ടോമാറ്റിക്കലി ഇ ഈക്വൽ ടു ഇ മാത്രമേ എവിടെ ഉണ്ടാവുള്ളൂ? അപ്പോൾ നമ്മുടെ കേർണലിൽ ഉണ്ടാവുള്ളൂ അല്ലേ? ഓക്കെ. അല്ലാച്ച വേണമെങ്കിൽ ഇങ്ങനെയും പറയാം. എന്താ? ഇപ്പോൾ ഒരു എ ഉണ്ടെന്ന് വിചാരിക്കുക. ലെറ്റ് എ ബിലോങ്സ് ടു കേർണലാന്ന് വിചാരിക്കുക. ഉണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? ഫൈ ഓഫ് എ എന്താണെന്ന് അർത്ഥം? ഇ ഡാഷ് ആണെന്ന് അർത്ഥം. പക്ഷേ ഇ ഡാഷ് ഈക്വൽ ടു എന്താ? ഫൈ ഓഫ് ഇ ആണ്. അപ്പോൾ എന്താ ഓട്ടോമാറ്റിക്കലി തന്നിട്ടുണ്ട്? നമുക്കറിയാം 1 1 ആണ് തന്നിട്ട്. ദാറ്റ് മീൻസ് എന്ത് കിട്ടും? ഓട്ടോമാറ്റിക്കലി എ ഈക്വൽ ടു ഐഡൻറ്റിറ്റി. കാരണം എന്താ? ഫൈ ഓഫ് എ ഈക്വൽ ടു ഫൈ ഓഫ് ബി ഇംപ്ലൈസ് എ ഈക്വൽ ടു ബി ആണെന്ത്? 1 1ൻ്റെ ഡെഫിനിഷൻ അല്ലേ? അപ്പോൾ ഇവിടെ എന്താ? ഫൈ ഓഫ് എ ഈക്വൽ ടു ഫൈ ഓഫ് ഇ ഇംപ്ലൈസ് എ ഈക്വൽ ടു ഇ. ദാറ്റ് മീൻസ് ഏത് എലമെൻറ്റ് ഐഡൻറ്റിറ്റിയിലോ ഏത് എലമെൻറ്റ് ഇ ഡാഷിലോട്ട് മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അതെന്തായി മാറും? ഓട്ടോമാറ്റിക്കലി ഐഡൻറ്റിറ്റി ആയി മാറും. ദാറ്റ് മീൻസ് 1 1 ആണെങ്കിൽ എന്ത് സംഭവിക്കും? കേർണലിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. തിരിച്ച് മറ്റേ സൈഡും വേണമെങ്കിൽ ഇങ്ങനെ പ്രൂവ് ചെയ്യാം. ഇങ്ങനെ സപ്പോസ് ഫൈ ഓഫ് എ ഈക്വൽ ടു ഫൈ ഓഫ് ഇത് ഫസ്റ്റ് പാർട്ടിൻ്റെ കാര്യം പറയണേ. ഫൈ ഓഫ് ബി ഈക്വൽ ടു ഫൈ ഓഫ് ബി ആണെന്ന് വിചാരിക്കുക. നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? കേർണലിൽ ആര് മാത്രമേ ഉള്ളൂ വന്നിട്ടുണ്ട്? ഐഡൻറ്റിറ്റി മാത്രമേ ഉള്ളൂ കാണുന്നുണ്ട്. 1 1 ആണെന്ന് കാണിക്കാൻ എന്താ ചെയ്യുക? ഫൈ ഓഫ് എ ഈക്വൽ ടു ഫൈ ഓഫ് ബി ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആണെന്ന് കാണിച്ചാൽ മതി അല്ലേ? രണ്ട് സൈഡും എന്തെടുക്കുക? ഫൈ ഓഫ് ബിയുടെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് മീൻസ് അപ്പോൾ എന്തായി മാറും? ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ എന്തായി മാറും? ഇ ഡാഷായി മാറും. പക്ഷേ ഹോമോസിൻ്റെ പ്രോപ്പർട്ടി പ്രകാരം എന്താ കിട്ടുമ്പോൾ? ഫൈ ഓഫ് എ ബി ഇൻവേഴ്സ് എവിടെ ഉണ്ടാവണം? ഈക്വൽ ടു ഇ ഡാഷാണ്. ദാറ്റ് മീൻസ് എ ബി ഇൻവേഴ്സ് എവിടെ ഉണ്ടാവണം? കേർണലിൽ ഉണ്ടാവണം അല്ലേ? ദാറ്റ് മീൻസ് എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു കേർണൽ വിച്ച് ഈസ് ഈക്വൽ ടു സിംഗിൾട്ടൺ ഇ അല്ലേ? ദാറ്റ് മീൻസ് എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ഇ, എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ഇ. ദാറ്റ് മീൻസ് എ ഈക്വൽ ടു ബി അല്ലേ? അപ്പോൾ എന്ത് കിട്ടി? ഫൈ ഓഫ് എ ഈക്വൽ ടു ഫൈ ഓഫ് ബി ആണെങ്കിൽ എ ഈക്വൽ ടു ബി എന്ന് വെച്ചാൽ ഫൈ എന്താണ്? 1 1 ആണ്. സോ വേണമെങ്കിൽ ഇങ്ങനെയും ഫസ്റ്റ് പാർട്ടിനെ പ്രൂവ് ചെയ്യാം. ഓക്കെ. സോ ഇവിടെ എന്താ നമുക്ക് കിട്ടിയിട്ടുള്ള? എ ഗ്രൂപ്പ് ഹോമോമോർഫിസം ഫൈ ഫ്രം ജി ടു ജി ഡാഷ് ആണെങ്കിൽ അത് 1 1 മാപ്പാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കേർണൽ ഫൈ ഈക്വൽ ടു ഐഡൻറ്റിറ്റി. സോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു ഐസോമോർഫിസം. നമ്മൾ ആൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നതാണ്. രണ്ട് സെറ്റുകളുടെ ഐസോമോർഫിസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. സോ ഇവിടെ നമുക്ക് പറയാൻ അവസാനിപ്പിക്കാൻ നമ്മളെന്ത്? ഫൈ ഫ്രം ജി ടു ജി ഡാഷ് എന്ന് പറഞ്ഞ ആൾ ഒരു ഐസോമോർഫിസം ആവണമെങ്കിൽ എന്ത് വേണമെന്നൊക്കെ പറയണത്? ഫസ്റ്റ് അതൊരു ഹോമോമോർഫിസ് ആയിരിക്കണം. രണ്ടാമത് 1 1 ആയിരിക്കണം എന്ന് വെച്ചാൽ കേർണൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. മൂന്നാമത് അതൊരു ഓൺ ടു മാപ്പ് ആയിരിക്കണം. ഓക്കെ. സോ ഫൈ ഫ്രം ജി ടു ജി ഡാഷ് ഈസ് എൻ ഐസോമോർഫിസം ഇഫ് ഫസ്റ്റ് കാണിക്കേണ്ടത് ഫൈ ഹോമോമോർഫിസം എന്ന് കാണിക്കണം. എന്ന് വെച്ചാൽ ഫൈ ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഫൈ ഓഫ് വൈ എന്ന് കാണിക്കണം. കേർണൽ ഫൈയിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രമേ ഉള്ളൂ എന്ന് കാണിക്കണം. ഫൈ ഒരു ഓൺ ടു മാപ്പാണെന്ന് കാണിക്കണം. നമ്മൾ നേരത്തെ തീരത്തിൽ കണ്ടതായിരുന്നാണ് എന്ത്? ഫൈ എന്ന് പറയുന്നത് ഒരു കേർണലായി വരുമ്പോൾ ഫൈ ഫ്രം ജി ടു ജി ഡാഷ് ഈസ് എ സബ് ഗ്രൂപ്പ് എച്ച് ഓഫ് ജി
ഹൂസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോസെറ്റ്സ് കോയിൻസൈഡ് അല്ലേ. എച്ച് ജിയും ജി എച്ചും എന്തായി വരുന്നുണ്ട്, ഫോർ എവരി ജി എലമെൻറ്റ് ഓഫ് ജിക്കും സെയിം ആയി വരുന്നുണ്ട്. എപ്പോൾ എച്ച് കേണലായി വരുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം ഇത് കേണൽ ആവണതിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ്, നാച്ചുറലായിട്ട് വരുന്നൊരു സംഭവമാണത്. അതിനെ വിളിക്കുന്ന നമ്മൾ സ്പെഷ്യൽ നെയിമിൽ വിളിക്കും നോർമൽ സബ് ഗ്രൂപ്പ്. സോ ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് നോർമൽ സബ് ഗ്രൂപ്പ്. എ സബ് ഗ്രൂപ്പ് എച്ച് ഓഫ് എ ഗ്രൂപ്പ് ജി ഈസ് നോർമൽ ഇഫ് ഇറ്റ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോയിൻസൈഡ്, ദാറ്റ് ഈസ് GH equal to HG for all G element of G. ഓക്കെ, എച്ച് എന്ന് പറഞ്ഞൊരു സബ് ഗ്രൂപ്പ് ജിയുടെ നോർമൽ ആണെന്ന് പറയണമെങ്കിൽ എന്ത് വേണം, എച്ച് ജി ഈക്വൽ ടു ജി എച്ച് ഫോർ ഓൾ ജി എലമെൻറ്റ് ഓഫ് ജി ആയിരിക്കണം. ഓക്കെ, ഒരു കാര്യം ഇപ്പോൾ തന്നെ പറയാൻ പറ്റും നമുക്ക്. അബീലിയൻ ഗ്രൂപ്പ്സ് ആവുമ്പോൾ എന്ത് സംഭവിക്കാറുണ്ട്, അബീലിയൻ ഗ്രൂപ്പ്സ് ആയിക്കഴിഞ്ഞാൽ എപ്പോഴും എന്ത് കിട്ടും, ഓട്ടോമാറ്റിക്കലി ജി എച്ച് ഈക്വൽ ടു എച്ച് ജി ഫോർ ഓൾ ജി എലമെൻറ്റ് ഓഫ് ജി ആയിരിക്കും. എന്ന് വെച്ചാൽ അബീലിയൻ ഗ്രൂപ്പിൻ്റെ എല്ലാ സബ് ഗ്രൂപ്പ്സും എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി അപ്പോൾ നോർമലാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലുണ്ടാവണം എപ്പോഴും എന്താണ് അബീലിയൻ ഗ്രൂപ്പ്സിൻ്റെ ജി അബീലിയൻ ആണ്, എച്ച് സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ്. അങ്ങനെയാണെങ്കിൽ എച്ച് എന്തായിരിക്കും, എച്ച് ഈസ് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി. കാരണം നോർമൽ അബീലിയൻ ആയിക്കഴിഞ്ഞാൽ എച്ച് ജി ഈക്വൽ ടു ജി എച്ച് ഫോർ എവരി ജി എലമെൻറ്റ് ഓഫ് ജി. അബീലിയൻ ആവുമ്പോഴാണ് എല്ലാ സബ് ഗ്രൂപ്പും എന്താവാൻ പോകുന്നത്, നോർമൽ ആവാൻ പോകുന്നത്. അബീലിയൻ അല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എച്ച് ജി ജി എച്ചിനോട് എന്താവണമെന്നില്ല, ഈക്വൽ ആവണമെന്നില്ല. ഓക്കെ, സോ നോർമൽ അല്ലാത്ത എക്സാമ്പിൾ കണ്ടുപിടിക്കണമെങ്കിൽ എവിടെ പോയി നോക്കണം, നോൺ അബീലിയൻ സബ് ഗ്രൂപ്പിൽ പോയി നോക്കണം. ഓക്കെ, corollary എന്താ, if phi from G to G dash is a group homomorphism then kernel phi is a normal subgroup of G. ഓക്കെ, സോ ഇത് ആൾറെഡി പ്രൂവ് ചെയ്ത കാര്യമാണ് അല്ലേ. കേണലിൽ എച്ച് ഈക്വൽ ടു കേണൽ ഫൈ ആകുമ്പോൾ എച്ച് എയും അല്ലെങ്കിൽ എച്ച് ജിയും ജി എച്ചും സെയിം ആണെന്നുള്ളത് ആൾറെഡി നമ്മൾ 13.15 തിയറത്തിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം ആൾറെഡി പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് ഇത് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം, ആ പ്രൂഫാണ് പറയേണ്ടത്. എന്ത്, എച്ച് ജിയും ജി എച്ചും സെയിം ആയി വരുന്ന കാര്യം കാണിക്കണം. കാരണം എച്ച് ജിയും ജി എച്ചും ആരിനോട് സെയിം ആവുന്നുണ്ട്, നമ്മുടെ സെറ്റ് ഓഫ് ഓൾ എന്താ, എച്ച് ജി ഈക്വൽ ടു ജി എച്ച് ഈക്വൽ ടു എച്ച് ജി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ജി ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു phi of G. phi of G ആണ് അല്ലേ, എച്ച് കേണലായി വരുമ്പോൾ അല്ലേ. നമ്മൾ ആൾറെഡി പ്രൂവ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് കാണിക്കുക, എന്നിട്ട് പറയുക എന്ത്, അതായതുകൊണ്ട് കേണൽ എന്തായിരിക്കും, കേണൽ phi equal to H is normal in G. So എപ്പോഴും മനസ്സിലുണ്ടാവുക, for any group homomorphism phi from G to G dash, phi from G to G dash, two things are primary importance. One is kernel of phi. ഓക്കെ, കാരണം കേണൽ എന്താവുന്നുണ്ട്, ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആവുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല ഏത് ജി എടുത്താലും ഫൈ ഓഫ് ജി കറസ്പോണ്ടിങ്ങിൻ്റെ ക്രീമേജ് ജി എച്ച് ആയിട്ടും എച്ച് ജി ആയിട്ടും വരുന്നുണ്ട്. മാത്രമല്ല ഇത് രണ്ടാമത്തെ സബ് ഗ്രൂപ്പ് ഫൈ ഓഫ് ജി ഇൻ ജി ഡാഷ്. ഓക്കെ, ഇതുകൂടി പറയാം. നമുക്ക് എക്സസൈസിൽ പ്രൂവ് ചെയ്യാം. ഇഫ് ഓർഡർ ഓഫ് ജി ഈസ് ഫൈനൽ ആൻഡ് ഫൈ ഓഫ് ജി ഈസ് ആൾസോ
ഫൈനൈറ്റ് ആൻഡ് ഡിവൈസർ ഓഫ് ഓർഡർ ഓഫ് ജി നമുക്ക് എക്സസൈസിൽ ചെയ്യാം. സോ ചാപ്റ്റർ 13ൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി എക്സസൈസ് ഒരു വീഡിയോയിലൂടെ ഇടാം. അങ്ങനെയാണെങ്കിൽ ആ 13ൻ്റെ എല്ലാം തീരുകയായി. സോ ഇതിനു മുമ്പുള്ള വീഡിയോസ് കാണുക, ഒപ്പം തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക.